ഹലോ, അസ്സാം വലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ഷാൻസ് വേൾഡ്. ഇന്ന് ഒരു സാമ്പാർ ഉണ്ടാക്കിയാലോ? എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ട ഒരു ഐറ്റം കേട്ടോ സാമ്പാർ. ബാക്കിയുള്ള പച്ചക്കറിയൊന്നും അത്ര ഇഷ്ടമില്ലെങ്കിലും സാമ്പാർ ആവുമ്പം എല്ലാ പച്ചക്കറിയും എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ എടുത്തു വെച്ചിട്ടുള്ള സാധനങ്ങളാണ് ഉരുളക്കിഴങ്ങ്, വെണ്ടക്ക, വഴുതനങ്ങ, മുരിങ്ങക്കായ്, വെള്ളരിക്ക, ക്യാരറ്റ്, പയറ്, പച്ചക്കായ, ചേന. പിന്നെ ഇതൊരു കിലോ എന്ന അളവിൽ വാങ്ങിയതാട്ടോ. 1 കിലോ സാമ്പാർ പീസ് എന്ന് പറഞ്ഞിട്ട് വാങ്ങിയതാണ്. അപ്പോൾ അതിലേക്ക് ഒരു ഉള്ളിയും 2 പച്ചമുളകും 2 തക്കാളിയാണ് എടുത്തിട്ടുള്ളത്. ഇവിടെ വല്ലാണ്ട് എരിവ് പറ്റാത്തതുകൊണ്ട് 2 പച്ചമുളക് മാത്രമേ എടുത്തിട്ടുള്ളൂ കേട്ടോ. അതിലേക്ക് കുറച്ച് പരിപ്പ്, ഒരു 1/4 കപ്പിലും താഴെ മതി. പിന്നെ പുളി ഞാനൊരു 2 ചെറുനാരങ്ങയുടെ അത്രയും അളവിലെടുത്തിട്ടുണ്ട്. അപ്പം അത് നമുക്ക് ആവശ്യത്തിന് പിഴിഞ്ഞൊഴിക്കാം. അപ്പോൾ ഈ എല്ലാ ഐറ്റംസും കട്ട് ചെയ്ത് കഴുകി വൃത്തിയാക്കി വെക്കാം. അതിന് ശേഷം നമുക്ക് നമ്മുടെ പുളി ഉണ്ടല്ലോ, പുളിനെ ഒന്ന് കുതിർത്തി വെക്കണം. അല്ലാഞ്ഞാൽ നമുക്ക് കുക്കിങ്ങിൻ്റെ ഇടയിൽ നമുക്ക് ടൈം വേസ്റ്റ് ആയി പോകും. പുളി കുതിർന്ന് കിട്ടുന്ന ആ ഒരു ടൈം നമുക്ക് നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ആദ്യം തന്നെ പുളിനെ കുറച്ച് വെള്ളത്തിൽ കുതിർത്തി വെക്കുകയാണ് ചെയ്യുന്നത്. അതിനുശേഷം നമ്മൾ ആദ്യമായിട്ട് തന്നെ നമ്മുടെ പരിപ്പിനെ നന്നായിട്ട് വാഷ് ചെയ്തിട്ട് നമ്മൾ ഫസ്റ്റ് അത് കുക്ക് ചെയ്യണം. പരിപ്പിന് പച്ചക്കറിയേക്കാളും വേവ് കൂടുതലാണല്ലോ. അപ്പം പരിപ്പിൻ്റെ കൂടെ തന്നെ നമ്മൾ തക്കാളിയും വലിയ ഉള്ളിയും പച്ചമുളകും ഇവ മൂന്നും കൂടെ ഇതിൻ്റെ കൂടെ ഇട്ട് കൊടുത്തിട്ട് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂണ് ഉപ്പും ചേർത്തിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് അതൊന്ന് ഒരു 2 വിസിലടുപ്പിച്ച് എടുക്കാം. പ്രഷർ മൊത്തം പോയി കഴിഞ്ഞ ശേഷം നമുക്കത് ഓപ്പൺ ചെയ്യാം. ഇതിലേക്ക് വേവ് കൂടിയിട്ടുള്ള നമ്മുടെ പച്ചക്കറികളുണ്ടല്ലോ, ചേന, പച്ചക്കായ, ഉരുളക്കിഴങ്ങ്, അങ്ങനെയുള്ള ഐറ്റംസ് ഈ കൂട്ടത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് വീണ്ടും എന്ത് ചെയ്യാം, ഒരു വിസിലടുപ്പിച്ചിട്ട് എടുക്കാം. അതും പ്രഷർ മൊത്തം പോയി കഴിഞ്ഞ ശേഷം ഓപ്പൺ ചെയ്യാം. എന്നിട്ട് നമ്മുടെ ബാക്കിയുള്ള ഐറ്റംസ് വേവ് കുറഞ്ഞിട്ടുള്ള പച്ചക്കറികളുണ്ടല്ലോ, അതും കൂടെ നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, കുറച്ച് സാമ്പാർ പൊടി, ഒരു 2 ടേബിൾ സ്പൂൺ സാമ്പാർ പൊടി കൂടെ ഞാനിപ്പോൾ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഞാൻ എപ്പോഴും അങ്ങനെ ഉണ്ടാക്കുമ്പോഴാണ് എനിക്കൊന്നും കൂടി ടേസ്റ്റ് തോന്നിയിട്ടുള്ളത്. അപ്പം ആ ഒരു കഷ്ണങ്ങളിലേക്കൊക്കെ നല്ല സാമ്പാറിൻ്റെ ആ ഒരു പൊടിയുടെ ടേസ്റ്റൊക്കെ നന്നായിട്ട് പിടിച്ചിട്ട് നല്ല ടേസ്റ്റ് തോന്നിയിട്ടുണ്ട്. ഈ സമയത്ത് വെള്ളം ആവശ്യമുണ്ടെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഞാൻ ആഡ് ചെയ്തിരുന്നു, പക്ഷേ അത് സ്കിപ്പായിപ്പോയി എൻ്റെ അടുത്ത് നിന്ന്. ചൂടുള്ള വെള്ളം വേണം ആഡ് ചെയ്ത് കൊടുക്കാൻ. ഇത് ഒരു വിസിലടിച്ച് കഴിഞ്ഞാൽ നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ ആവി മൊത്തം പോവാൻ നമ്മൾ വെയിറ്റ് ചെയ്യരുത്. ഞാൻ ഫുള്ള് പ്രഷറും കളഞ്ഞിക്കായിരുന്നു. അല്ലാഞ്ഞാൽ അതിൽ കിടന്നിട്ട് ആകെ വെന്ത് കുഴഞ്ഞ് മറിയും. അപ്പം ഇത് വേവ് കുറവല്ല. ഇനിയിപ്പോൾ നമ്മൾ ബാക്കി താളിച്ചൊഴിക്കലും എല്ലാം ചെല്ലുമ്പോൾ വീണ്ടും ചൂടിലിങ്ങനെ കിടക്കുമ്പം ഓവർ കുക്കഡായി പോകും. അതിന് വേണ്ടിയിട്ട് ഫുള്ള് പ്രഷറും കളഞ്ഞതിൻ്റെ ശേഷം അത് ഞാൻ ഓപ്പൺ ചെയ്തിട്ടുണ്ട് കേട്ടോ. ജസ്റ്റ് താളിച്ചെടുക്കാനുള്ള പരിപാടി നോക്കാം. അതിന് വേണ്ടിയിട്ടുള്ള ഐറ്റംസാണ് ഇവിടെ എടുത്ത് വെച്ചിട്ടുള്ളത്. കടുക്, സാമ്പാർ പൊടി, വറ്റൽമുളക്, കറി ലീവ്സ്, പിന്നെ പുളി, നമ്മൾ ആദ്യമേ കുതിർത്തി വെച്ച പുളി ഉണ്ടല്ലോ, കുതിർത്തി വെച്ചിട്ടുള്ള അതും, പിന്നെ ആവശ്യത്തിനുള്ള വെള്ളവും കൂടെ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് താളിക്കുന്ന പരിപാടിക്ക് കിടക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ സ്റ്റൗവിൽ ചീനച്ചട്ടി വെച്ചിട്ട് നന്നായിട്ട് ചൂടാക്കിയെടുക്കാം. ചട്ടി നന്നായിട്ട് ചൂടായിട്ട് വരുമ്പോൾ നമുക്ക് വെളിച്ചെണ്ണ ആഡ് ചെയ്ത് കൊടുക്കാം. ഒരു 2-3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇതുവരെ നമ്മൾ എണ്ണ ഒന്നും യൂസ് ആക്കിയിട്ടില്ലല്ലോ. അപ്പം ഇത് മൊത്തത്തിൽ അതിലേക്കുള്ള ഒരു എണ്ണമയത്തിനായതുകൊണ്ട് 3 ടീസ്പൂണൊക്കെ നമുക്ക് ചേർത്ത് കൊടുക്കാം. അത് എണ്ണ നന്നായിട്ട് ചൂടായി വരുന്ന സമയത്ത് കടുക് പൊട്ടിക്കാം. എണ്ണ നന്നായിട്ട് ചൂടായതിന് ശേഷം മാത്രം എപ്പോഴും കടുക് പൊട്ടിക്കുക, എന്നെങ്കിൽ അതിൻ്റെ കറക്റ്റ് ഫ്ലേവർ അതിലേക്ക് ഇറങ്ങി വരുള്ളൂ കേട്ടോ. പിന്നെ കടുക് പൊട്ടി കഴിഞ്ഞ ശേഷം നമുക്ക് വറ്റൽ മുളക് കഷ്ണം പൊട്ടിച്ചിട്ട്, അല്ലാഞ്ഞാൽ അതിൻ്റെ ഉള്ളിലത്തെ ആ ഒരു ടേസ്റ്റൊന്നും ഫുള്ള് പുറത്തേക്ക് വരില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ വറ്റൽ മുളക് പൊട്ടിച്ച ശേഷം നമുക്ക് കടുക് മൂത്ത എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. അതിലേക്ക് കറിവേപ്പില, പിന്നെ സാമ്പാർ പൗഡർ ഇടുമ്പോൾ എപ്പോഴും തീ നന്നായിട്ട് കുറച്ച് വെക്കണം. പൊടി പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകും. അപ്പോൾ അതുകൊണ്ട് തന്നെ തീ ഏറ്റവും ലോയിൽ ഇട്ടതിന് ശേഷം മാത്രം
സാമ്പാർ പൊടി ഇടുക, നന്നായിട്ട് ഇളക്കി കൊടുക്കുക. മൂത്ത് വരുമ്പോൾ പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യുക, നമ്മൾ ഓൾറെഡി പുതിർത്തി വെച്ച പുളിയുടെ വെള്ളം ഉണ്ടല്ലോ അത് അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അത് ഒഴിച്ച് കഴിഞ്ഞതിന് ശേഷം അപ്പോൾ പിന്നെ ഇനി പ്രശ്നമില്ല. ഇനി നമുക്ക് വെള്ളം പുളിയിലേക്ക് ആവശ്യത്തിന് ഒഴിച്ച് നന്നായിട്ട് ഞെരടി പിഴിഞ്ഞെടുത്തിട്ട് ആ ചാറ് മൊത്തം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അത് ആവശ്യാനുസരണം നമുക്ക് സാമ്പാറിൻ്റെ ആ ഒരു വെള്ളം കുറവാണെങ്കിലൊക്കെ നമുക്ക് ഈ ഒരു സമയത്ത് വെള്ളം ഇങ്ങനെ തിളപ്പിച്ചിട്ട് ആ ഒരു കൺസിസ്റ്റൻസി പാകാക്കാം. ഇനി പൊടി നല്ല ടൈറ്റായി നിൽക്കുകയാണെങ്കിലും നമുക്ക് ഈ സമയത്താണ് വെള്ളം കൊടുത്തിട്ട് പാകാക്കാനൊറ്റക്കും നല്ലത് കേട്ടോ. നന്നായിട്ട് തിളച്ചൊക്കെ ചെയ്തിട്ടുണ്ട്, നല്ല കുറുകിയിരിക്കുന്ന കണ്ടില്ലേ. ഇത് നമുക്ക് നേരെ നമ്മുടെ സാമ്പാറിലേക്ക് ഒഴിച്ചെടുക്കാം. പിന്നെ ഞാനിപ്പോൾ യൂസ് ചെയ്യുന്ന സാമ്പാർ എൻ്റെ ഈസ്റ്റേൺ സാമ്പാർ പൗഡറാണ് കേട്ടോ. പണ്ട് ഉമ്മ ഉപയോഗിക്കൽ ഇതാണ്. അത് കണ്ട് എനിക്കും ഇതേ പറ്റുള്ളൂ. വേറെ ഏത് കിട്ടിയാലും എനിക്ക് റാഹത്താവാത്ത പോലെയാണ്. അപ്പം ഈ ഒരു പൗഡറാണ് ഞാനും ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പം നമ്മുടെ താളിപ്പ് നമ്മുടെ സാമ്പാർ പീസിലേക്ക് കുക്ക് ചെയ്ത് റെഡി ആയിട്ടിരിക്കുന്ന നമ്മുടെ സാമ്പാർ കഷ്ണങ്ങളിലേക്ക് അതിൻ്റെ ആ ഡ്രസ്സിങ്, അതിൻ്റെ ഫ്ലേവർ കൂട്ടുന്ന നമ്മുടെ ഈ കൂട്ട് മൂപ്പിച്ചെടുത്ത സാമ്പാർ പൊടിയുടെ ഈ മിക്സ് നമുക്കിതിലേക്ക് ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ആദ്യം തന്നെ കയ്യിലിട്ടിങ്ങോട്ട് കുത്തി ഇളക്കുന്നില്ല, ഒരു പേടിയാണ് സാമ്പാർ കഷ്ണങ്ങൾ കുഴഞ്ഞു പോവുമെന്ന്. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ശ്രദ്ധിച്ച് അതിനെ തലോടി സമാധാനത്തിൽ ഇങ്ങനെ ഇളക്കി അതിൻ്റെ എല്ലാ ഭാഗത്തേക്കും ആ ഒരു മസാല എത്തിച്ച് നന്നായിട്ട് തിളച്ച് വന്നതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം, നന്നായിട്ടൊന്ന് ഇളക്കി ഒന്ന് റെഡിയാക്കിയെടുക്കാം. ഈ സമയത്ത് നമ്മൾ ഉപ്പൊക്കെ ഒന്ന് ചെക്ക് ചെയ്യണം. ഉപ്പുണ്ടോ, ഇനി എന്തെങ്കിലും പുളി കുറവുണ്ടോ എന്നൊക്കെ നോക്കണം. ഇതിലിപ്പോൾ പുളിയൊക്കെ പാകമാണ്, ഉപ്പ് ചെറിയൊരു കുറവുണ്ട്. അപ്പോൾ ഞാനിതിലേക്ക് 1 ടീസ്പൂണും കൂടെ ഉപ്പ് ഈ ഒരു സമയത്ത് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമുക്കതിൻ്റെ ആ ഒരു കട്ടി, അതിൻ്റെ ആ ഒരു ചാറിൻ്റെ കട്ടിയൊക്കെ നമുക്കൊന്ന് ചെക്ക് ചെയ്യാം കേട്ടോ. പക്ഷേ കുറച്ച് സമയം കൂടി ഇരിക്കുമ്പം അതൊന്നും കൂടി കുറുകി വരും. ഇപ്പോൾ കണ്ടില്ലേ, നല്ല കുറുകിയ ചാറോട് കൂടിയിട്ടുള്ള നല്ല അടിപൊളി സാമ്പാറാണ്. കുറച്ച് കട്ടിയൊക്കെ ഉണ്ടാകുമ്പോഴല്ലേ നമ്മൾ ചോറിലൊക്കെ കുഴച്ചിങ്ങനെ കഴിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ്. ഇതാ നല്ല അടിപൊളി സാമ്പാറും കൂട്ടി നല്ലൊരു ഓണൊക്കെയല്ലേ വരുന്നത്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. എല്ലാവരും വാച്ച് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, ബൈ, താങ്ക് യു.